കഥയെ ആരംഭിക്കുന്നത് മീര എന്ന പേരുള്ള ഒരു യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവൾക്ക് ഏറെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹാലോചന വന്നിരുന്നു. മീരയുടെ അങ്കിൾ ഒമറും ആന്റിയെ കവിതയും ചേർന്നിട്ടാണ് അവളെ വിവാഹത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത്. മീരയുടെ പാരന്റ്സ് മരണപ്പെട്ടതായിരുന്നു. അങ്കിളും ആന്റിയും മീരയെ ഒരു ഇന്ത്യൻ പുരുഷനെ വിവാഹം ചെയ്തു കൊടുക്കും എന്ന് വാക്കുകൊടുത്തിരുന്നു. അത് ഫോളോ ചെയ്താണ് മീരയ്ക്ക് വിവാഹമാലോചിച്ച് അവർ ആ സമ്പന്ന കുടുംബത്തിലേക്ക് എത്തുന്നത്. പക്ഷേ മീരയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു അറേഞ്ച് മാരേജിനൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. വിവാഹമെന്നത് സ്നേഹത്തിനും പ്രണയത്തിനും വേണ്ടിയുള്ളതാകണം, അല്ലാതെ കുടുംബപരമായ ഒരു ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയുള്ളതാവരുത് എന്നായിരുന്നു മീരയുടെ അഭിപ്രായം. പക്ഷേ അങ്കിളും ആന്റിയും ഒരു കാര്യം തറപ്പിച്ചു പറഞ്ഞു. മീര ഒരു ഇന്ത്യൻ പുരുഷനെ വിവാഹം ചെയ്താലേ പാരമ്പര്യ സ്വത്തുക്കൾ അവൾക്ക് കിട്ടുകയുള്ളൂ. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ വിവാഹത്തിന് മീര സമ്മതിച്ചു. ചെറുക്കന്റെ മുഖം അപ്പോഴും മീര നേരിട്ട് കണ്ടിരുന്നേയില്ല. അങ്ങനെ വിവാഹത്തിന്റെ ദിവസമെത്താറായി. മീരയുടെ അടുക്കലെത്തിയ അവരുടെ വിശ്വസ്ത സേവകൻ സുരേഷ് മീരയോട് പറഞ്ഞു, മോളെ, മനസ്സിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത്. നിന്റെ മനസ്സെന്താണോ പറയുന്നത് അത് നീ കേൾക്ക്. നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ വരനും നിന്റെ ആന്റിക്കും അങ്കിളിനും കത്തെഴുതി വെച്ച് ഇവിടെ നിന്ന് മോള് രക്ഷപ്പെട്ടു പൊക്കോ. മീരയ്ക്കും അത് ശരിയാണെന്ന് തോന്നി. അന്ന് രാത്രിയിൽ അത്തരത്തിൽ കത്തുകൾ എഴുതി വെച്ച് മീര വീട് വിട്ടുപോന്നു. അന്ന് പോന്ന മീര എത്തിപ്പെട്ടത് അമേരിക്കയിലായിരുന്നു. ഇന്നവൾ അവിടുത്തെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ CEO ആണ്. അവളുടെ കസിനായ പുരുവും പ്രിയ സുഹൃത്ത് ലെസ്ലിയും അവളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ന്യൂയോർക്കിൽ ഇപ്പോൾ മീരയ്ക്കൊരു ബോയ്ഫ്രണ്ടുമുണ്ട്. ക്രിസ് എന്നാണ് അവന്റെ പേര്. ഇടയ്ക്കൊക്കെ ക്രിസ് വന്ന് മീരയെ ഓഫീസിൽ കാണാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അവരുടെ കമ്പനി ഒരു ഇൻവെസ്റ്ററിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സൈലസ് എന്ന പേരുള്ള ഒരു ഇൻവെസ്റ്റർ അവരുടെ കമ്പനിയിലേക്ക് എത്തി. തങ്ങളുടെ കമ്പനിയുടെ പുതിയൊരു കണ്ടുപിടുത്തം മീര സൈലസിന് മുമ്പിൽ അവതരിപ്പിച്ചു. അതായത് ഓൺലൈനിൽ വൈറലായി പോകുന്ന ചില ന്യൂസുകളും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് മുഴുവൻ തിരഞ്ഞുപിടിച്ച് മൊത്തത്തിൽ ഓൺലൈനിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്ന ഒരു സംഭവം. മീരയുടെ അവതരണമൊക്കെ വളരെ മികച്ചു നിന്നിരുന്നു. അതിന്റെ ഒരു ഡെമോ കാണിക്കാൻ സൈലസ് ആവശ്യപ്പെട്ടു. സൈലസിന് മുമ്പിൽ ഡെമോ കാണിക്കാൻ വേണ്ടി സൈലസിനെ പറ്റി തന്നെ രണ്ട് മോശം വാർത്തകൾ മീരയുടെ കമ്പനി ഉണ്ടാക്കിയിരുന്നു. സൈലസ് ഒരു കള്ളുകുടിയനാണെന്നും ലൈംഗിക ചേഷ്ടകൾ കടിമപ്പെട്ടവനുമാണ് എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു അത്. കൃത്രിമമായി നിർമ്മിച്ച ഫോട്ടോസുമുണ്ട്. ആ ന്യൂസുകൾ അവർ സൈലസിനെ കാണിച്ചു കൊടുത്തു. പിന്നാലെ ആ റിപ്പോർട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നത് ഡെമോ കാണിക്കാൻ തുടങ്ങി. പക്ഷേ എന്തോ ഒന്ന് സംഭവിച്ചു. റിപ്പോർട്ട് ഡിലീറ്റ് ആവുന്നതിന് പകരം അത് ഓൺലൈനിൽ കൂടുതൽ വൈറലാവാൻ തുടങ്ങി. നിർത്താനായി സൈലസ് ആവശ്യപ്പെട്ടെങ്കിലും അതിന് സാധിക്കുന്നുമുണ്ടായിരുന്നില്ല. സൈലസ് ആകെ കോപാകുലനായി. തന്റെ റെപ്യൂട്ടേഷൻ റൂയിൻ ചെയ്തതിനും മറ്റു കാര്യങ്ങൾക്കും മാനഹാനി വരുത്തിയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും എന്ന് പറഞ്ഞ ദേഷ്യത്തിലായിരുന്നു സൈലസ് അവിടുന്ന് പോയത്. എന്നാലും തങ്ങളുടെ സോഫ്റ്റ്വെയറിന് എന്താണ് പറ്റിയത് എന്ന് മീരയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മീര അത് പരിശോധിച്ചു. എവിടെയും തകരാറൊന്നുമില്ല. ടീമിനെ വിളിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോഴാണ് ഹാക്കേഴ്സിന്റെ കടന്നുകയറ്റത്തെപ്പറ്റിയും സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ പരിമിതിയെപ്പറ്റിയും ഒക്കെ പുരുമീരയോട് പറയുന്നത്. അത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന തരത്തിൽ അവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ അവരുടെ സെക്യൂരിറ്റി സിസ്റ്റവും മറ്റും അപ്ഗ്രേഡ് ചെയ്യാൻ ടീം തീരുമാനിക്കുകയാണ്. പക്ഷേ അതൊരുപാട് എക്സ്പെൻസീവ് ആയിരുന്നു. പണത്തിന് എവിടെ പോവും, ഇൻവെസ്റ്റേഴ്സും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് ലെസ്ലിയും പുരുവും മീരയ്ക്ക് നാട്ടിലുള്ള പാരമ്പര്യ സ്വത്തിനെ പറ്റി സൂചിപ്പിക്കുന്നത്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞല്ലോ, അങ്കിളിനെയും ആന്റിയെയും ഒന്ന് വിളിച്ചു നോക്ക് എന്ന തരത്തിൽ അവർ പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ മീര അതിന് തയ്യാറായി. മീര അങ്കിളിനെയും ആന്റിയെയും വിളിച്ചു. അവര് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചതെങ്കിലും വൈകാതെ അനന്തരാവകാശത്തെ പറ്റിയുള്ള ആ ഡിസ്കഷനിലേക്ക് വന്നു. അത് കേട്ടതും ആന്റി കവിത ഇടപെട്ടു. ഇത്ര നാളും വിട്ടുപോയിട്ട് ഇപ്പെന്താ വേഗം സ്വത്തൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നേ? നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞ പോലെ നീ ഒരു ഇന്ത്യക്കാരനെ കല്യാണം കഴിച്ചാൽ മാത്രമേ നിനക്ക് ഈ സ്വത്തൊക്കെ കിട്ടൂ, ഇല്ലെങ്കിൽ ഇത് വല്ല അനാഥാലയത്തിനും പോകും. അത് കേട്ടതും മീര ഉടനടി വേറൊരു നുണ കൂടി പറഞ്ഞു. താൻ ഇവിടെ വിവാഹം കഴിച്ചെന്നും ഇന്ത്യക്കാരനെയാണ് വിവാഹം കഴിച്ചത് എന്നുമായിരുന്നു അത്. പക്ഷെ അവൾ അങ്ങനെ പറഞ്ഞത് വിശ്വസിക്കാൻ ആന്റിയും മകളും കൂട്ടാക്കിയില്ല. അങ്ങനെ നിന്റെ വിവാഹം കഴിച്ചെങ്കിൽ നിന്റെ ഭർത്താവുമൊത്ത് ഇന്ത്യയിലേക്ക് വരാനും ബാക്കി കാര്യങ്ങൾ അപ്പോൾ സംസാരിക്കാം എന്നുമായിരുന്നു അവർ പറഞ്ഞത്. മീരാകെ ധർമ്മസങ്കടത്തിലായി. പിന്നാലെ എന്തായാലും ഇന്ത്യയിലേക്ക് പോവാൻ മീര തീരുമാനിച്ചു. പക്ഷേ ഭർത്താവായി അഭിനയിക്കാൻ ഒരാളും വേണം. അത്തരത്തിലൊരാളെ കണ്ടെത്താൻ മീരയും കൂട്ടുകാരും ശ്രമം ആരംഭിച്ചു. അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്ത് ആളെ തിരഞ്ഞെങ്കിലും പറ്റിയൊരാളെയും കണ്ടുകിട്ടിയില്ല. മീര നിരാശയിലേക്ക് വീണു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ലെസ്ലി മീരയ്ക്കടുത്ത് അന്ന് രാത്രി നടക്കാനിരിക്കുന്ന ഒരു ഇവന്റിനെ പറ്റി പറയുന്നത്. പുതിയ ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയായിരുന്നു അത്. എന്തായാലും അവളോട് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ ലെസ്ലിയും പുരുവും പറഞ്ഞു. അവിടെ വെച്ച് നിനക്ക് പറ്റിയൊരു ഫേക്ക് ഹസ്ബൻഡിനെ കിട്ടിയാലോ എന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു.
അങ്ങനെ മീര രാത്രിയിൽ പാർട്ടിക്ക് പോയി. ലെസ്ലിയും മീരയ്ക്കൊപ്പം പാർട്ടിക്ക് പോയിരുന്നു. പാർട്ടിയിൽ വെച്ച് രാമ എന്ന പേരുള്ള ഒരു യുവാവിനെ മീര പരിചയപ്പെടുകയാണ്. രാമ ഒരു ഫുഡ് സർവീസ് കമ്പനി നടത്തുകയായിരുന്നു. രാമയുടെ കുടുംബം ഇന്ത്യയിൽ സെറ്റിൽഡ് ആണ്, സമ്പന്നരുമാണ്. അവർക്ക് ഹോട്ടൽ ബിസിനസ് ഒക്കെയുണ്ട്. ഒന്നുകിൽ അത് നോക്കി നടത്തുക, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവുക എന്നതായിരുന്നു രാമയ്ക്ക് പാരന്റ്സ് കൊടുത്ത നിർദ്ദേശം. പക്ഷെ അതൊക്കെ വിട്ടെറിഞ്ഞ് തന്റെ പാതയിൽ രാമ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഇന്ന് രാമ അത്യാവശ്യം സക്സസ്ഫുൾ ആണ്. രാമ മീരയുടെ കമ്പനിയെ പറ്റി ചോദിച്ചു. സെയിലസിനെ പറ്റിയുള്ള കാര്യങ്ങളിലേക്ക് അതോടെ ആ ഡിസ്കഷൻ കിടക്കുകയാണ്. സെയിലസ് രാമയുടെ ഇൻവെസ്റ്റേഴ്സിൽ ഒരാൾ കൂടിയായിരുന്നു. സെയിലസ് മീരയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്ന കാര്യം മീര അന്ന് മനസ്സിലാക്കി. രാമ കൊള്ളാമല്ലോ, തന്റെ ഫേക്ക് ഹസ്ബൻഡായി ഇന്ത്യയിൽ കൊണ്ടുപോയാൽ എല്ലാവരും വിശ്വസിക്കുമല്ലോ എന്ന ആ സമയം മീരയ്ക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അവൾ പിന്നീട് കൂട്ടുകാരിയുടെ അടുത്തെത്തിയപ്പോ ആ കാര്യം ഡിസ്കസ് ചെയ്തു. അത് കൊള്ളാലോ, അവന്റെ അടുത്ത് ചോദിച്ചുകൂടെ എന്നായിരുന്നു ലെസ്ലി ചോദിച്ചത്. ഈ സമയം സൈലസ് മീരയ്ക്ക് അടുത്തേക്ക് വന്നു. ഓൺലൈനിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സൈലസിനെതിരെയുള്ള ആ ന്യൂസിനെ പറ്റി പറഞ്ഞു. അതിനെതിരെ നിയമ നടപടികൾ താൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് സൈലസ് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ലെസ്ലി രാമയുമായി കടന്നു വന്നു. ലെസ്ലി രാമയോട് സംസാരിച്ചിരുന്നു. അവളുടെ ഫേക്ക് ഹസ്ബൻഡ് ആവാൻ രാമ തയ്യാറാണ്. പ്രതിഫലമൊന്നും രാമ ആവശ്യപ്പെടുന്നുമില്ല. അത്യാവശ്യം മിക്കപ്പോഴും ഇന്ത്യയിലേക്ക് രാമ പോവാറുള്ളതാണ്. പോകുന്ന കൂട്ടത്തിൽ മീരയ്ക്കൊരു സഹായമാകുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് മാത്രമാണ് രാമ കരുതുന്നത്. അന്ന് തിരികെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് മീര എത്തി. ബോയ്ഫ്രണ്ട് ക്രിസ് അവിടെയുണ്ട്. ക്രിസിനോട് രാമയെപ്പറ്റിയും നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയും മീരയെ അറിയിച്ചു. അധികം വൈകാതെ മീരയും കൂട്ടുകാരും ഇന്ത്യയിലെത്തി. രാമയും എത്തിച്ചേർന്നിരുന്നു. അവരുടെ ഫേക്ക് വിവാഹം ഒന്നുകൂടി ഒറിജിനലായി തോന്നിക്കാൻ ഒരു ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം രാമ തയ്യാറാക്കി വെച്ചിരുന്നു. വീടെത്തുന്നതിന് മുമ്പ് യുഎസിൽ നിന്ന് താൻ വാങ്ങിയ ഒരു വെഡ്ഡിംഗ് റിംഗും രാമ മീരയ്ക്ക് കൊടുത്തു. ഇത് ധരിച്ചോളാനും, എന്നാലേ ഫേക്ക് മാരേജ് ആണെങ്കിലും അതിനൊരു ഒറിജിനാലിറ്റി തോന്നൂ എന്നുമായിരുന്നു രാമ പറഞ്ഞത്. അങ്ങനെ മീരയുടെ വീട്ടിലേക്ക് അവർ വന്നെത്തി. വീട്ടുജോലിക്കാരൻ സുരേഷ് വന്നപ്പോ തന്റെ ഭർത്താവ് രാമയെ മീര അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. ചിലപ്പോ ആന്റിയിൽ നിന്നും മംഗളിൽ നിന്നും നല്ലൊരു വെൽക്കം കിട്ടിയെന്ന് വരില്ല എന്ന കാര്യവും മീര രാമയ്ക്കടുത്ത് അറിയിച്ചിരുന്നു. അങ്ങനെ അവർ മുമ്പോട്ടേക്കെത്തി. ആന്റിയും മംഗളും വന്ന് അവരെ സ്വീകരിച്ചു. ഭർത്താവായി രാമയെ കണ്ടതും ആന്റിക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു. വെൽ മാനേഡായ, മുതിർന്നവരോട് ബഹുമാനമൊക്കെ കാണിക്കുന്ന നല്ലൊരു ഇന്ത്യൻ പയ്യൻ. അങ്ങനെ അവർ അകത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ വിവാഹകാര്യം നേരത്തെ ഞങ്ങളെ അറിയിച്ചില്ലല്ലോ എന്നൊരു പരാതി ആന്റി പറഞ്ഞു. രാമ ഉടൻ ഒരു കഥയുണ്ടാക്കി പറയാൻ തുടങ്ങി. അതായത്, ഞങ്ങൾ അവിടെ ഒരു പൂജാരിയെ കണ്ടെന്നും ജ്യോതിശാസ്ത്രപ്രകാരം നല്ലൊരു സമയം ഒത്തുവന്നപ്പോ വിവാഹം പെട്ടെന്ന് കഴിച്ചതാണെന്നും രാമ അങ്ങ് തള്ളിമറിച്ചു. അവരുടെ ഒഫീഷ്യൽ അപ്രൂവലിന് വേണ്ടി ഫേക്ക് സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നിരുന്നല്ലോ. മീര അത് അങ്ങ് കാണിക്കാൻ ശ്രമിച്ചെങ്കിലും അതത്ര വിജയിച്ചില്ല. പാരമ്പര്യ സ്വത്ത് അത്ര എളുപ്പത്തിൽ മീരയ്ക്ക് കിട്ടില്ലെന്ന് ആ സമയം കവിത പറഞ്ഞു. സംഭവം എന്തെന്നാൽ, ആന്റിയായ കവിത മീരയുടെയും രാമയുടെയും വിവാഹം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഗ്രാൻഡായി നടത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ ഒക്കെ അങ്ങ് അറേഞ്ച് ചെയ്തിരുന്നു. അത് കഴിഞ്ഞാലേ പാരമ്പര്യ സ്വത്ത് മീരയ്ക്ക് കിട്ടുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യൂ എന്നായിരുന്നു ആന്റി പറഞ്ഞത്. അത് കേട്ടതും മീരയുടെ കിളിവാറി. മീരയും രാമയും മുറിയിലെത്തിയപ്പോ മീര ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. തന്റെ ദേഷ്യമൊക്കെ രാമയുടെ മേലായിരുന്നു മീര തീർത്തോണ്ടിരുന്നത്. അവളെ സഹായിക്കാനെത്തിയ രാമയാകട്ടെ ക്ഷമയോടെയൊക്കെ കേട്ടുനിന്നു. മീരയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും പാരമ്പര്യ സ്വത്ത് കിട്ടി സെയിലസിന്റെ നിയമക്കുരുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും കമ്പനിയെ രക്ഷിക്കണം എന്ന് മാത്രമായിരുന്നു ചിന്ത. അന്ന് രാത്രിയിൽ എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം ആന്റി മീരയും രാമയും എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്ന് ചോദിച്ചു. അതാകെ കുളമാകേണ്ടതായിരുന്നു. രാമതങ്ങൾ ഒരു ഇവന്റിൽ വെച്ച് കണ്ടുമുട്ടിയെന്ന് പറഞ്ഞപ്പോ മീര പറഞ്ഞത് ഞങ്ങൾ ആപ്പിൽ പരിചയപ്പെട്ടു എന്നായിരുന്നു. പക്ഷേ മികച്ച സ്റ്റോറി ടെല്ലറായ രാമയാകട്ടെ ഒക്കെ ചേർത്ത് നല്ലൊരു കഥയുണ്ടാക്കി പറഞ്ഞ് ആന്റിയെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. അന്ന് കുറച്ചു കഴിഞ്ഞ് മീരയും രാമയും ഇരിക്കുമ്പോൾ രാമ മീരയ്ക്കടുത്ത് സെയിലസും നീയും തമ്മിൽ ശരിക്കും എന്താ പ്രശ്നമുള്ളത്, എന്താ നടക്കുന്നത് എന്ന കാര്യം ചോദിച്ചു. ആ സമയമാണ് മീര രാമയോട് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. രാമയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. രാമ മീരയോട് പറഞ്ഞു, സർവർ ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കുന്നത് അത്യാവശ്യം നല്ല ചിലവേറിയ സംഗതിയാണ്. പിന്നാലെ രാമയുടെ പാരന്റ്സിനെ പറ്റി അവർക്കിടയിലേക്ക് സംസാരം വന്നു. രാമയുടെ കുടുംബവും അതേ നഗരത്തിലായിരുന്നു താമസിക്കുന്നത്. മീര രാമയോട് പറഞ്ഞു, നമ്മൾ എന്തായാലും ഇപ്പൊ ഇന്ത്യയിലുണ്ടല്ലോ, രാമ എന്തായാലും പോയി രാമയുടെ പാരന്റ്സിനെയൊക്കെ കാണണം. അടുത്ത ദിവസം മീര ആന്റി കാണാൻ തക്കവണ്ണം തന്റെ ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ചു. അത് കാണുമ്പോൾ എങ്കിലും തങ്ങളുടെ മാരേജിന്റെ കാര്യം ആന്റി വിശ്വസിച്ചാലോ എന്നായിരുന്നു മീര കരുതിയത്.
അന്ന് രാമയും മീരയും ലെസ്ലിയും പുരുവും കൂടി മുംബൈ നഗരം ചുറ്റിക്കാണാൻ പോയി. സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് അവരങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോ മീരയുടെ പഴയ 2 സുഹൃത്തുക്കൾ അവർക്കരികിലേക്ക് വന്നു. ജെനി എന്നും കരീന എന്നുമായിരുന്നു അവരുടെ പേരുകൾ. മീരയുടെ വിവാഹം കഴിഞ്ഞു എന്ന വിവരമൊക്കെ അവരെങ്ങനെയോ അറിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണല്ലോ കരീനയും ജെനിയും മീരയെ കാണുന്നത്. അന്ന് രാത്രി ഒന്നിച്ച് ഒരു നൈറ്റ് ക്ലബിൽ സെലിബ്രേറ്റ് ചെയ്യാൻ മീരയെയും രാമയെയും അവർ ക്ഷണിച്ചു. അവരും ഓക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് കുറച്ചു കഴിഞ്ഞവർ തിരികെ എത്തുകയാണ്. വീട്ടിലെത്തിയപ്പോഴോ ആന്റിയും മംഗളും പരമ്പരാഗത വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആന്റി കണ്ടതല്ലേ, ഇനി എന്തിനാ വിവാഹം എന്ന മട്ടിലൊക്കെ മീര ചോദിച്ചു. കാര്യമൊക്കെ ശരിയായിരിക്കും, നിങ്ങൾ വിവാഹിതരാണ്, സർട്ടിഫിക്കറ്റും ഉണ്ട്. പക്ഷേ ഇവിടെ വെച്ച് കുടുംബാംഗങ്ങളെയൊക്കെ കൂട്ടി നല്ലൊരു വിവാഹം നടത്തണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരു ഇന്ത്യൻ പുരോഹിതന്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ വിവാഹ കർമ്മം നടക്കണം. രാമയും മീരയും പുരുവും ലെസ്ലിയും അടക്കം എങ്ങനെയെങ്കിലും ആ ഫംഗ്ഷൻ അവസാനിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും വിലപ്പോവുന്നുണ്ടായിരുന്നില്ല. അവരുടെ കാരണങ്ങളൊന്നും തന്നെ അവിടെ വർക്കായതുമില്ല. ഒടുവിൽ ഗതികിട്ട് യഥാർത്ഥ സത്യം ആന്റിയോടും മംഗളിനോടും തുറന്നു പറയാൻ മീര തീരുമാനിച്ചു. തൊട്ടുപുറകെയായിരുന്നു മീരയ്ക്ക് ഫോൺ വന്നത്. ഓഫീസിൽ നിന്നുള്ള മെസ്സേജ് കൂടിയാണ്. കമ്പനിയിലെ പ്രതിസന്ധി രൂക്ഷമാവുന്നുവെന്നും എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം എന്നുമായിരുന്നു മെസ്സേജിലുണ്ടായിരുന്നത്. ഒടുവിൽ മറ്റു വഴികളൊന്നുമില്ലാതെ ആ വലിയ വിവാഹ ചടങ്ങിൽ കൂടി നിന്നുകൊടുക്കാൻ മീര തീരുമാനിച്ചു. എന്തായാലും അന്ന് രാത്രിയിൽ കൂട്ടുകാരികൾ വിളിച്ച നൈറ്റ് ക്ലബിലേക്ക് മീര പോവുകയാണ്. രാമയും കൂടെയുണ്ട്. അന്ന് ആ നൈറ്റ് ക്ലബിൽ വെച്ച് ജെനിയും കരീനയും കുറച്ചധികം രാമയുമായി ഇടപഴകുന്നുണ്ടായിരുന്നു. മീരയെ അസൂയപ്പെടുത്തും വിധമായിരുന്നു അവരുടെ ഇടപഴകൽ. മീരയ്ക്കതൊന്നും അത്ര സുഖിക്കുന്നില്ല. പക്ഷേ പരസ്യമായി അത് പ്രകടിപ്പിക്കാനും വയ്യ. അവൾ പോയിരുന്ന് മദ്യപിച്ചു. ലെസ്ലി ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. കുടിച്ച് മതോന്മത്തിയായി അവളെ രാമയും കൂട്ടുകാരുമൊക്കെ ചേർന്നായിരുന്നു വീട്ടിലെത്തിച്ചത്. രാമ അവളെ ബെഡിലെത്തിച്ചു. മദ്യാസക്തിയിൽ 4 കൊല്ലം മുമ്പ് ഒരു വിവാഹം വിട്ട് താൻ ഓടിപ്പോന്ന കാര്യമൊക്കെ മീര രാമയോട് പറഞ്ഞു. മീര അപ്സെറ്റാണ് എന്ന് രാമ മനസ്സിലാക്കിയിരുന്നു. അടുത്ത ദിവസം മീരയെയും കൂട്ടിക്കൊണ്ട് രാമ അവിടെ ഒരു ഔട്ടിങ്ങിന് പോയി. അവർ ഒരുപാട് സംസാരിച്ചു. ഇങ്ങനെ നുണകൾ പറഞ്ഞും അഭിനയിച്ചും മീരയ്ക്ക് മടുത്തിരുന്നു. പക്ഷെ അവൾക്ക് മുമ്പിൽ മറ്റു വഴികളുമില്ല. എങ്ങനെയെങ്കിലും കമ്പനിക്കെതിരെയുള്ള കേസിൽ നിന്നും മറ്റും അവൾക്ക് രക്ഷപ്പെടണം. രാമ അവളെ ആശ്വസിപ്പിച്ചു. തൽക്കാലം ഈ അഭിനയമങ്ങ് തുടരൂ, എന്തായാലും കുറച്ച് കഴിയുമ്പോ സ്വത്തുക്കളൊക്കെ കയ്യിൽ കിട്ടുമല്ലോ, പ്രശ്നങ്ങളൊക്കെ അതോടെ അവസാനിക്കും. ഈ സമയമാണ് രാമയ്ക്ക് രാമയുടെ അമ്മയുടെ കോൾ വരുന്നത്. രാമ ഇന്ത്യയിലെത്തിയിട്ടുണ്ട് എന്ന വിവരം എങ്ങനെയോ അവർ അറിഞ്ഞിരുന്നു. രാമയുടെ വീട്ടിലേക്ക് വരാൻ അവർ ആവശ്യപ്പെട്ടു. ഇതേ സമയം നഗരത്തിന്റെ മറുവശത്ത് മീരയെ തിരഞ്ഞ് ക്രിസ് എത്തിയിരിക്കുകയായിരുന്നു. മീരയുടെ ബോയ്ഫ്രണ്ടായ ക്രിസ് തന്നെ. പുരുവും ലെസ്ലിയും അവിടെ ക്രിസിനെ കണ്ട് ഞെട്ടിയിരുന്നു. ക്രിസിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പുരു ശ്രമിച്ചു. മീര ഇവിടെ ഇല്ലല്ലോ, അവൾ പുറത്തേക്ക് പോവാൻ എയർപോർട്ടിലേക്ക് പോയി, വേഗം പോയാൽ എയർപോർട്ടിൽ വെച്ച് അവളെ കാണാം എന്ന് പറഞ്ഞ ക്രിസിനെ പുരു പറഞ്ഞയച്ചു. എന്തായാലും അന്ന് തിരികെ മീരയും രാമയും വീട്ടിലെത്തി. ആന്റിയുടെ മംഗളിനോടും അവർ തീരുമാനിച്ച പോലെ ഒരു വെഡ്ഡിംഗ് സെറമണിക്ക് തങ്ങൾ തയ്യാറാണ് എന്നറിയിച്ചു. തൊട്ടു പിന്നാലെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കാൻ കവിത നിർദ്ദേശം കൊടുത്തു. ഇതിനിടയിൽ ലെസ്ലി മീരയെ പലപ്പോഴായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാമയോട് മീരയ്ക്കൊരിഷ്ടം വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് ലെസ്ലി തിരിച്ചറിഞ്ഞു. തന്റെ ഫാമിലിയെ വിവാഹ ചടങ്ങിന് വിളിക്കണ്ട എന്ന് രാമ തീരുമാനിച്ചിരുന്നു. മൊത്തത്തിൽ തട്ടിപ്പാണല്ലോ, അതിലേക്ക് അവരെയും കൊണ്ടുവരണ്ട എന്ന് രാമ കരുതി. വിവാഹ ചടങ്ങുകൾ മുമ്പോട്ടു പോവുകയാണ്. രാമയും മീരയും ഒരു ദിവസം ഇരുന്ന് സംസാരിച്ചു. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം അങ്കിളും ആന്റിയും തന്നെ വളർത്തിയതിനെ പറ്റിയും അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്ക് പാലിക്കാൻ ഇപ്പോഴും അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയുമൊക്കെ വല്ലാതെ ഇമോഷണലായി മീര എന്ന് സംസാരിച്ചു. മനസ്സു തുറന്നുള്ള സംസാരവും അത്രയും നാളത്തെ ഇടപഴകലും രാമയുടെയും മീരയുടെയും ഉള്ളിൽ വലിയൊരു അടുപ്പം തന്നെ തീർത്തിരുന്നു. അന്ന് മീരയോട് എന്തോ ഒരു രഹസ്യം പറയാൻ രാമ തയ്യാറെടുക്കുകയായിരുന്നു. പെട്ടെന്നാണ് മീരയ്ക്ക് സൈലസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നപ്പോ പറ്റിയ ടെക്നിക്കൽ ഇഷ്യൂവിനെ പറ്റി എന്തോ ഒരു കാര്യം ഓർമ്മ വന്നത്. ഉടനടി അവൾ ഓടി കമ്പ്യൂട്ടറിൽ കാര്യം പരിശോധിച്ചു. അത് ശരിയാക്കാൻ തക്കവണ്ണം ഒരു കാരണം അവളെന്നതിൽ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ വൈകാതെ വിവാഹ ചടങ്ങുകൾ പൂർണ്ണതോതിൽ ആരംഭിച്ചു. റിലേറ്റീവ്സും മറ്റും വിവാഹ ചടങ്ങുകൾക്ക് എത്തിയിട്ടുണ്ട്. ചടങ്ങുകൾ തലേ ദിവസം പൊടിപിടിച്ചുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് വീണ്ടും ക്രിസ് കടന്നു വന്നു. ക്രിസ് തിരികെ പോയിരുന്നേയില്ല. ഒരു ക്രിസിനടുത്തെത്തി ക്രിസിനെ ഒഴിവാക്കി വിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതേസമയം മറുവശത്ത് അങ്കിളും ആന്റിയും മീരയ്ക്കടുത്തെത്തിയിരിക്കുകയായിരുന്നു. വളരെ ഇമോഷണലായി ആന്റി മീരയോട് സംസാരിച്ചു. തങ്ങളുടെ മകളായ അവൾക്ക് ഈ ഒരു ദിവസം വന്നെത്തുന്നതിന് വേണ്ടിയായിരുന്നു അവർ കാത്തിരുന്നത് എന്ന മട്ടിലൊക്കെയുള്ള സംസാരം. ഇമോഷണൽ
ഇമോഷണലായ ആ സംസാരത്തിൽ മീരയുടെയും ആന്റിയുടെയും കണ്ണുവരെ നിറഞ്ഞിരുന്നു. കൂട്ടത്തിൽ ആന്റി ഒരു കാര്യം കൂടി പറഞ്ഞു. അവളുടെ പാരമ്പര്യ സ്വത്തൊക്കെ അവൾക്ക് വന്നു ചേരും. പക്ഷേ വിവാഹശേഷം അവൾ ഭർത്താവിനൊപ്പം ഇന്ത്യയിൽ താമസിക്കണം. എന്തു പറയണമെന്ന് മീരയ്ക്ക് അറിവുണ്ടായിരുന്നില്ല. മീരയുടെ ഉള്ളിൽ എന്തൊക്കെയോ കുറ്റബോധം നിറഞ്ഞു വന്നു. ഇത്രമേൽ സ്നേഹിക്കുന്ന ആന്റിയെ, അങ്കിളിനെ താൻ വഞ്ചിക്കുകയല്ലേ എന്ന ഒരു തോന്നൽ. ആന്റിയും അങ്കിളും വിവാഹവേദിയിലേക്ക് മീരയെ നയിക്കുകയാണ്. വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. പൂജാരി മന്ത്രങ്ങൾ ചൊല്ലി. ഒടുവിൽ താലി കെട്ടുന്നതിന്റെ തൊട്ടുമുമ്പ് മീര പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ആന്റിയോടും അങ്കിളിനോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി. അവരത് കേട്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു. ആ സമയമാണ് രാമ താൻ സൂക്ഷിച്ച ഒരു കാര്യവും അപ്പോൾ തുറന്നു പറയുന്നത്. 4 കൊല്ലം മുമ്പ് മീര ഒരു വിവാഹത്തിൽ നിന്ന് ഓടിപ്പോന്നിരുന്നല്ലോ. അന്നതിൽ വരനായിട്ടുണ്ടായിരുന്നത് രാമയായിരുന്നു. അത് കേട്ടതും മീരയും ഒന്ന് ഷോക്കായി. രാമ തനിക്കെതിരെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാണ് തന്റെ കൂടെ ഈ ഫേക്ക് മാരേജിൽ പങ്കാളിയായത് എന്നൊക്കെയായിരുന്നു മീര ചിന്തിച്ചത്. മീര ദേഷ്യത്തിൽ രാമയെ തല്ലി. തന്നെ ഇതിലേക്ക് നയിച്ചത് രാമയല്ലേ എന്ന മട്ടിൽ പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോന്നു. രാമയുടെ അവസ്ഥയേർത്ത് ഉമറിനും പുരുവിനും സങ്കടം തോന്നി. മീരയെ സ്നേഹിച്ചിരുന്ന രാമ അവളെ സഹായിക്കണമെന്നേ കരുതിയിരുന്നുള്ളൂ. പുരു പറഞ്ഞു, രാമ ഒരുപക്ഷെ അത്തരത്തിലൊന്നും ചിന്തിച്ചിരിക്കില്ല. മീരയെ അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നിരിക്കണം. ഫേക്ക് മാരേജിലൂടെയാണെങ്കിൽ കൂടിയും പണ്ട് മുടങ്ങിപ്പോയ ആ കല്യാണം പൂർത്തിയാക്കണം എന്ന് ഒരുപക്ഷെ രാമ ചിന്തിച്ചിരിക്കൂ. ലെസ്ലിയും പുരുവും മീരയോട് സംസാരിച്ചു. രാമ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിന്റെ കൂടെ ഒക്കത്തിനും നിന്നു തരികയല്ലേ ചെയ്തുള്ളൂ. ഒരുപക്ഷെ അവൻ എന്തുമാത്രം നിന്നെ സ്നേഹിച്ചിരിക്കും. കാര്യങ്ങൾ തെറ്റിദ്ധരിക്കാതെ അവനോട് നിനക്കൊന്ന് സംസാരിച്ചുകൂടെ? ആ സമയം മംഗള് പറഞ്ഞു, നിന്റെ ആന്റി ഈ കവിതയുണ്ടല്ലോ, എന്നെ ആദ്യം വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തതാണ്. പക്ഷെ പിന്നീട് ഞങ്ങൾ വിവാഹം ചെയ്തു. ഞങ്ങൾ എത്ര സന്തോഷത്തിലാ ജീവിച്ചത് എന്ന് നീ കണ്ടിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ആരെയും തെറ്റിദ്ധാരണയുടെ പുറത്ത് തള്ളിക്കളയരുത്. ഇതേസമയം മറുവശത്ത് അവിടെ നിന്ന് പോയ രാമ നേരെ തന്റെ വീട്ടിലേക്ക് പോയിരുന്നു. രാമ തന്റെ പാരന്റ്സിനെ കണ്ടു. നടന്ന കാര്യങ്ങളൊക്കെ അവരോട് വിശദീകരിച്ചു. രാമ അതുവരേക്കും തന്റെ മനസ്സിലെ പ്രണയം മീരയോട് പറഞ്ഞിട്ടേയില്ല എന്നവന്റെ അച്ഛൻ മനസ്സിലാക്കി. ഇനിയും വൈകരുത്. നിനക്കങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ അവൾ തെറ്റിദ്ധരിച്ചതാണെങ്കിൽ കൂടിയും അവളെ അത് അറിയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്നായിരുന്നു അച്ഛൻ പറഞ്ഞത്. രാമ അതിനുവേണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടു. ഇതേസമയം മറുവശത്ത് എല്ലാം അവസാനിപ്പിച്ച് തിരികെ പോകാൻ മീരയും പുരുവും ലെസ്ലിയും തീരുമാനിച്ചിരുന്നു. അങ്കിളിനോടും ആന്റിയോടും ക്ഷമ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അവർ മടങ്ങാനിറങ്ങി. പോകുന്നതിനു മുമ്പ് ആന്റിയും അങ്കിളും മീരയ്ക്ക് വാക്കുകൊടുത്തു, നീ പേടിക്കണ്ട, എന്ത് ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ടാകും. ആ സമയമാണ് ക്രിസ് വീണ്ടും കടന്നു വരുന്നത്. ക്രിസ് മീരയെ പ്രണയിച്ചതും കൂടെ കൂടിയതുമൊക്കെ മീരയുടെ മുതല് കണ്ടിട്ട് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒക്കെ വിട്ടുപോകാൻ ക്രിസ് തീരുമാനിച്ചിരിക്കുന്നു. താൻ ഇനി അമേരിക്കയിലേക്കില്ലെന്നും ഇന്ത്യയിൽ ആക്ടിംഗ് കരിയർ നോക്കാൻ പോവുകയാണ് എന്നും ക്രിസ് അവളോട് പറഞ്ഞു. അവരങ്ങനെ കാറിൽ എയർപോർട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് അവരെ അന്വേഷിച്ച് രാമകാറിന് പിന്നാലെ വരുന്നുണ്ടായിരുന്നു. പുരു അത് കണ്ടു. ഡ്രൈവറോട് കാർ ഒതുക്കാൻ പുരു ആവശ്യപ്പെട്ടു. രാമയും മീരയും വീണ്ടും കണ്ട് സംസാരിക്കുകയായിരുന്നു. അന്ന് രാമ മീരയോട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. മീരയുടെ പ്രപ്പോസൽ വന്ന 4 കൊല്ലം മുമ്പ് മുതൽ ഞാൻ മീരയുമായി പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിക്കാൻ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് മീര ഓടിപ്പോയത്. എനിക്ക് മീരയോട് ദേഷ്യമൊന്നും തോന്നിയില്ല. പിന്നീട് ഞാനും ഒക്കെ വിട്ട് അമേരിക്കയിലേക്ക് പോന്നു. അന്ന് മീരയെ ആ ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണെന്നായിരുന്നു എനിക്ക് തോന്നിയത്. അതും മീരയുടെ ഫേക്ക് ഹസ്ബൻഡ് ആവാൻ അവസരം കിട്ടുന്നു. മീരയോട് ഇത്രയും ഇഷ്ടത്തിലാകും എന്ന് ഞാൻ വിചാരിച്ചതൊന്നുമല്ല. പക്ഷേ അടുത്തപ്പോ ഒരുപാട് ഇഷ്ടമായി. മീരയെ പിരിയാൻ പറ്റാതായി. അല്ലാതെ മീരയോട് പ്രതികാരം തീർക്കണമെന്നോ ഒന്നും ഞാൻ കരുതിയിരുന്നില്ല. ഞാനായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. രാമയുടെ ആ തുറന്നു പറച്ചിൽ മീരയുടെ തെറ്റിദ്ധാരണകൾ പൂർണ്ണമായും മാറ്റിയിരുന്നു. രാമയോട് ഇഷ്ടം തോന്നിയിരുന്ന മീര അവനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു. അവരിരുവരും ഒന്നിക്കും, തുടർന്ന് ജീവിക്കും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു കോമഡി ഫീൽ ഗുഡ് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.